ഹായ്, ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടിരിക്കുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. നമ്മുടെ സ്വർണത്തിനൊക്കെ എന്താ പറയുക, വില കൂടിയതുമായി സംബന്ധിച്ച ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയാൻ വന്നത്. ഇപ്പോൾ ഒരു പവൻ സ്വർണം എടുക്കണമെങ്കിൽ ഏകദേശം 1,00,000 രൂപയുടെ അടുത്ത്, പണിക്കൂലി അടക്കം 1,00,000 രൂപയുടെ അടുത്ത് കൊടുക്കണം. അപ്പോൾ ഇന്ന് വാർത്തയിൽ ഒരു സ്ത്രീ പറഞ്ഞു, ഞാൻ എത്ര വിലയാണെങ്കിലും ഞാൻ സ്വർണം എടുക്കുമെന്ന്. കാരണം അവർ സ്വർണം ഒരു നിക്ഷേപമായിട്ട്, അതായത് ഇന്ന് 1,00,000 രൂപയ്ക്ക് നമ്മൾ സ്വർണം വാങ്ങിയാലും അത് 2,00,000 രൂപയ്ക്ക് നാളെ ഒരു പക്ഷേ വിൽക്കാം എന്ന ഒരു മനസ്സിൽ അങ്ങനെ ഒരു കരുതൽ കൂടി കണ്ടിട്ടാണ് ഇന്ന് പൈസയുള്ളവൻ സ്വർണം എടുത്തു കൂട്ടുന്നത്. പക്ഷേ സാധാരണക്കാരായ ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ വരുമ്പോഴുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ആദ്യം എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1,00,000 രൂപയിൽ 10 പവൻ സ്വർണം എടുക്കാമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നീടോ 1,00,000 രൂപയിൽ 5 പവൻ സ്വർണം എടുക്കാമെന്നുള്ള ഒരവസ്ഥ വരെ ഉണ്ടായിരുന്നു. പിന്നീട് അത് എന്താ പറയുക, 2 പവനായി. ഇപ്പോൾ 1,00,000 രൂപയിൽ 1 പവൻ സ്വർണം പോലും കിട്ടില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ എൻ്റെ അമ്മമ്മയൊക്കെ പറയുമായിരുന്നു, പണ്ട് സ്വർണത്തിന് അമ്മയുടെ അമ്മ പറയുമായിരുന്നു 300 രൂപ 315 രൂപയൊക്കെയാണ് പണ്ട് സ്വർണത്തിനുണ്ടായിരുന്നത്. ഇപ്പോൾ 315 രൂപയ്ക്ക് അല്ലെങ്കിൽ 3,000 രൂപയ്ക്ക് പോലും 1 ഗ്രാം സ്വർണം കിട്ടാത്തൊരവസ്ഥയാണ് അല്ലേ? ഏകദേശം ഒരു അരപ്പവൻ സ്വർണം എടുക്കണമെങ്കിൽ പോലും ഇപ്പം 50,000 വേണം. 1 പവൻ്റെ ആണെന്നുണ്ടെങ്കിലോ തികച്ച് പണിക്കൂലി തീർത്ത് 1,00,000 രൂപ തന്നെ നമ്മൾ കൊടുക്കണം. പക്ഷേ ഇവിടെ ആരാണ് എന്താ പറയുക, ഇല്ലാത്തവനാണ് ആകെ എന്താ പറയുക, നമ്മുടെ ഒരു മോളൊരു കെട്ടിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 2 പവൻ സ്വർണം എടുക്കാൻ പോലും ചിലപ്പോൾ നിവൃത്തി ഉണ്ടായിന്ന് വരില്ല അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്ക്. സ്വർണത്തിന് നിന്ന് മാത്രമല്ല, എല്ലാ സാധനങ്ങൾക്കും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂടിയാണ് അല്ലേ? 1 കിലോ അരി കിട്ടണമെങ്കിൽ 45, 50, 52, അങ്ങനെ പോകും. 1 കിലോ പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ശരി 48. ഇതിന് മാത്രമല്ല, എല്ലാ സാധനങ്ങൾക്കും, നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? അതിനനുസരിച്ചുള്ളൊരു വരുമാനം ഉണ്ടാവണുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഇല്ലാത്തവനായിട്ട് തന്നെ ജീവിക്കും. ഉള്ളവൻ അതിനനുസരിച്ച് എന്താ പറയുക, വില കൂടിയാലും വേണ്ടില്ല കുറഞ്ഞാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് എടുത്ത് കൂട്ടിക്കൊണ്ടേയിരിക്കില്ലേ? സാധാരണക്കാരൻ്റെ ഒരു മക്കളെയൊന്നും കെട്ടിച്ച് വിടാൻ ഒരച്ഛനും അമ്മയ്ക്കും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. 10 പവൻ ഇന്ന് സ്വർണം കൊടുക്കണമെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപ വേണ്ടേ? ഒരു 2-3 ലക്ഷം രൂപയിലൊക്കെ കല്യാണം വരെ നടന്നിട്ടുണ്ടായിരുന്ന കാലമാണ്. ഇപ്പോഴോ 10 ലക്ഷം ഉണ്ടായാലും തികയില്ല അല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക.